വാർത്തയുടെ വിശദാംശങ്ങളുമായി വി വിനോദ് ചേരുന്നുണ്ട്. വിനോദ്, CRPFന്റെ സുരക്ഷ Z+ കാറ്റഗറിയുടെ ഭാഗമായി നൽകുന്നു എന്ന് പറയുമ്പോൾ കേന്ദ്ര സേനയാണ് ഈ സുരക്ഷ ഒരുക്കുന്നത്. ആ സേനയുടെ ചിലവ് ആര് വഹിക്കും എന്നതിലാണ് ഇപ്പോഴും അവ്യക്തത തുടരുന്നത്. ഈ മേഖലയിൽ ഉള്ളവർ എന്താണ് അഭിപ്രായപ്പെടുന്നത്? അഭിലാഷ്, ഇപ്പോൾ രാജ്ഭവനിൽ ഇരട്ട സുരക്ഷ നിലനിൽക്കുന്ന സാഹചര്യമാണ്. കേന്ദ്ര സർക്കാരിൻ്റെ സുരക്ഷയും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ സുരക്ഷയും. CRPF വന്നെങ്കിൽ കൂടിയും സ്റ്റേറ്റ് പോലീസിനെ പിൻവലിക്കാൻ ഇതുവരെ സംസ്ഥാനം തയ്യാറായിട്ടില്ല. മാത്രവുമല്ല, ഇങ്ങനെ കേന്ദ്രസേനയെ വിന്യസിച്ചുകൊണ്ടുള്ള അറിയിപ്പ് ചീഫ് സെക്രട്ടറിക്കോ അല്ലെങ്കിൽ DGPക്കോ ഇതുവരെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്ന് ലഭിച്ചിട്ടുമില്ല. അങ്ങനെ ഒരു അറിയിപ്പ് വരുമ്പോൾ മാത്രമാകും അതിൽ കാര്യങ്ങൾ കൂടുതലായി വിശദീകരിച്ചിട്ടുള്ളത്. അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് പ്രളയ സമയത്തൊക്കെയും നേരത്തെ കേന്ദ്രത്തിൻ്റെ സേവനങ്ങൾ പല വിധത്തിൽ വന്നപ്പോൾ അതിനൊക്കെയും പിന്നീട് സംസ്ഥാനം അതിൻ്റെ ചെലവ് വഹിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇവിടെ സ്ഥിതി വ്യത്യസ്തമാണ്. സംസ്ഥാനം ആവശ്യപ്പെട്ട് വന്നിട്ടുള്ളതല്ല കേന്ദ്രസേന. ഗവർണർ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തു. താനോ രാജ്ഭവനോ അങ്ങനെ കേന്ദ്രസേനയുടെ സേവനം ആവശ്യപ്പെട്ടിട്ടില്ല. അതായത് അദ്ദേഹത്തെ തടഞ്ഞപ്പോൾ അദ്ദേഹം ആ വിവരം ആഭ്യന്തര മന്ത്രാലയത്തെ അറിയിക്കുന്നു. തുടർന്ന് അവർ തന്നെ അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് അമിത്ഷായുമായി ഉൾപ്പെടെ സംസാരിക്കുകയും അവർ ആ നിലയ്ക്ക് ഒരു തീരുമാനത്തിലേക്ക് എത്തുകയും ഏതാണ്ട് 55 അംഗ സേനാ വിഭാഗത്തെ രാജ്ഭവനും ഗവർണർക്കുമായി സുരക്ഷയുടെ ഡ്യൂട്ടിക്ക് നിയോഗിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം തന്നെ അവർ ചുമതല ഏറ്റെടുക്കുകയും ചെയ്തു. ഇനി കേരള പോലീസിനെ പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതായത് ഇപ്പോൾ രാജ്ഭവനുള്ളിൽ CRPF തുടരുകയാണ്. പ്രധാന കവാടത്തിൽ അടക്കം കേരള പോലീസ് നിലയുറപ്പിച്ചിട്ടുമുണ്ട്. ഗവർണർ ഇപ്പോൾ സ്ഥലത്തില്ല. അദ്ദേഹം 2 ആഴ്ച കഴിഞ്ഞാണ് തിരികെ എത്തുക. അദ്ദേഹത്തിൻ്റെ സഞ്ചാരപാതയിൽ അവിടെയെല്ലാം തന്നെ പ്രതിഷേധങ്ങൾ ഉണ്ടായാൽ അത് തടയാനുള്ള ചുമതല കേരള പോലീസിന് തന്നെയാകും. കേരള പോലീസാകും അദ്ദേഹം സഞ്ചരിക്കുന്ന വഴികളിൽ സുരക്ഷ ഒരുക്കുക. കേസെടുക്കാനുള്ള അധികാരവും ആളുകളെ നിയന്ത്രിക്കുന്നതിനുള്ള അധികാരവും കേരള പോലീസിന് തന്നെയാകും. എന്നാൽ ഗവർണർക്കടുത്തേക്കോ അദ്ദേഹത്തിൻ്റെ വാഹനത്തിനടുത്തേക്കോ അദ്ദേഹത്തിൻ്റെ വാഹനം ആക്രമിക്കുന്ന നിലയിലേക്കോ അദ്ദേഹത്തിൻ്റെ പ്രസംഗ സമയത്തോ അല്ലെങ്കിൽ അദ്ദേഹം പൊതുജന മധ്യത്തിൽ നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിനടുത്തേക്ക് ആരെങ്കിലും എത്തിയാൽ അവരെ തടയുക എന്ന ചുമതല CRPFനായിരിക്കും. അതിൽ 3 പേരാണ് അദ്ദേഹത്തിൻ്റെ ക്ലോസ് അദ്ദേഹത്തിന് ചുറ്റും നിൽക്കുക. അതിനപ്പുറത്തെ വലയത്തിൽ ആയുധധാരികളായ 4 പേരുണ്ടാകും. ഈ തരത്തിലായിരിക്കും അദ്ദേഹത്തോട് ചേർന്ന് CRPFൻ്റെ ഒരു വിഭാഗം ഉണ്ടാകുക. യാത്രയിൽ ലാത്തിയോടുകൂടിയ CRPFൻ്റെ സേനാംഗങ്ങൾ ഉണ്ടാകും. അത് സ്റ്റേറ്റ് ഇൻ്റലിജൻസിൻ്റെ തന്നെ റിപ്പോർട്ടുകൾ അനുസരിച്ചാകും അദ്ദേഹത്തിൻ്റെ സുരക്ഷയിൽ മാറ്റങ്ങൾ ഉണ്ടാകുക. ആ വിവരങ്ങൾ ശേഖരിക്കേണ്ട കടമയും സ്പെഷ്യൽ ബ്രാഞ്ചിനും സ്റ്റേറ്റ് ഇൻ്റലിജൻസിനുമാണ്. അതൊന്നും തന്നെ CRPFൻ്റെ ചുമതലയിലേക്ക് വരുന്ന കാര്യമല്ല. കേസെടുക്കുന്നതും ലോക്കൽ പോലീസായിരിക്കും. അത് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ആരായുകയും ചെയ്തിരുന്നു. ഇവരുടെ ചെലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഒരു അവ്യക്തതയിൽ നിൽക്കുന്നത്. ഇവരെ പിൻവലിക്കുന്നത് ഈ വിഷയത്തിൽ, അതായത് CRPFന് സുരക്ഷ ഒരുക്കുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിന് ഒരു നിശ്ചിത ഫണ്ടുണ്ടല്ലോ. ആ ഫണ്ടിലേക്ക് ഇതും വരുമോ എന്ന സംശയവും നിലനിൽക്കുന്നില്ലേ? ആ നിലയ്ക്ക് തന്നെയാണ്. കാരണം ഇപ്പോൾ സ്റ്റേറ്റ് ആവശ്യപ്പെട്ട് വരികയോ അല്ലെങ്കിൽ രാജ്ഭവനോ ഗവർണറോ ആവശ്യപ്പെട്ടിട്ടല്ല ഇത്തരത്തിൽ CRPFൻ്റെ സേവനം വരുന്നത്. കാരണം കഴിഞ്ഞ ദിവസം പ്രതിഷേധമുണ്ടാവുകയും ഗവർണർ ഇക്കാര്യം ഹോം സെക്രട്ടറിയുമായി സംസാരിക്കുകയും അതിനുശേഷം അമിത്ഷായുമായി ആശയവിനിമയം നടത്തുകയും ചെയ്തിരുന്നു. ഇതിൻ്റെയൊക്കെയും അടിസ്ഥാനത്തിലാണ് വളരെ പെട്ടെന്ന് തന്നെ ദ്രുതഗതിയിൽ എന്ന് തന്നെ പറയാം ഇങ്ങനെ CRPFൻ്റെ സേവനം ഉറപ്പാക്കിയത്. അവിടെ സ്റ്റേറ്റുമായി വലിയ തോതിലുള്ള ആശയവിനിമയം നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ചെലവ് ആര് വഹിക്കും? ഇവരുടെ യാത്രാ ചെലവ് ഉൾപ്പെടെ രാജ്ഭവൻ്റെ മുഴുവൻ ചെലവും വഹിക്കുന്നത് സംസ്ഥാന ഗവൺമെൻറ്റാണ്. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷേ സ്റ്റേറ്റ് ആവശ്യപ്പെടാതെ, രാജ്ഭവൻ ആവശ്യപ്പെടാതെ ഇങ്ങനെ കേന്ദ്ര സേനയെ കേന്ദ്രം വിന്യസിക്കുമ്പോൾ അതിൻ്റെ ചെലവ് ആര് വഹിക്കും? അതിനുള്ള വിശദീകരണമാണ് ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ കത്തിലൂടെ അറിയേണ്ടത്. അത് ചീഫ് സെക്രട്ടറിക്കും DGPക്കുമാണ് ആ കത്ത് ലഭിക്കേണ്ടത്. ഔദ്യോഗികമായി ഇതുവരെ അങ്ങനെ ഒരു കത്ത് ലഭിച്ചിട്ടില്ല. അതിലായിരിക്കും കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാക്കുക. ഏതായിരുന്നാലും പോലീസിനെ പിൻവലിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടില്ല. ഈ കേസെടുക്കുന്നതും അദ്ദേഹം സഞ്ചരിക്കുന്ന വഴിയിൽ സുരക്ഷ ഒരുക്കുന്നതും ഉൾപ്പെടെയുള്ള ചുമതലകൾ സംസ്ഥാന പോലീസിന് തന്നെയാകും. അത് പോലീസിൻ്റെ അധികാര പരിധിയിൽ വരുന്നതാണ്. എന്നാൽ
ഗവർണർക്ക് അടുത്തേക്കോ അദ്ദേഹത്തിൻ്റെ വാഹനത്തിനെ ആക്രമിക്കുന്ന രീതിയിലേക്കോ കാര്യങ്ങൾ ഉണ്ടായാൽ അവിടെ CRPFൻ്റെ ഇടപെടലുണ്ടാകും. അവർക്ക് നേരെയുള്ള നടപടികൾ ഈ ഉദ്യോഗസ്ഥർ സ്വീകരിക്കുകയും ചെയ്യും എന്നതിൽ തർക്കമില്ല. അതുതന്നെയാണ് അവരുടെ ചുമതലയും. ഏതായിരുന്നാലും ഇപ്പോൾ രണ്ട് തരത്തിലുള്ള സുരക്ഷ അല്ലെങ്കിൽ രണ്ട് സംവിധാനത്തിലുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥർ രാജ്ഭവനിൽ തുടരുന്നുണ്ട്. ഇത് സ്വാഭാവികമായും ഈ ഉദ്യോഗസ്ഥർ തമ്മിൽ ഒരു ആശയവിനിമയം ഉണ്ടാകണം, തർക്കമുണ്ടാകാതെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇതിലൊരു തീരുമാനം ഉണ്ടാകുന്നത് വരെ അവിടെ സേനാ വിഭാഗങ്ങൾ തമ്മിൽ തർക്കമുണ്ടാകാതിരിക്കുക എന്നതുണ്ട്. അത് അവിടെ അവർ സംസാരിച്ച് അതിനകത്ത് ഒരു സമന്വയം ഉണ്ടാക്കുക എന്നതാണ്. മറിച്ച് ഏതെങ്കിലും ഒരു സേനാ വിഭാഗം മറ്റൊരു സേനയുടെ മുകളിൽ അവരുടെ ഒരു അപ്രമാദിത്വം കാണിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയാൽ രാജ്ഭവന്റെ സുരക്ഷ സംബന്ധിച്ചുള്ള കാര്യങ്ങളും തർക്കത്തിലേക്കും വിവാദത്തിലേക്കും പോകുമെന്ന കാര്യവും ഉറപ്പാണ്. അഭിലാഷ്, വിശദാംശങ്ങളാണ് VV വിനോദ് നൽകിയത്. CPIM കേന്ദ്ര